സങ്കീർത്തനം 33:10. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ രക്ഷകനായ സർവശക്തനായ ഏകസത്യ ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ ശാശ്വതവും തലമുറ തലമുറയായി നിലനിൽക്കുന്നതുമാണ്. മനുഷ്യൻ്റെ വിചാരങ്ങളും ആലോചനകളുമൊക്കെ നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ ആദിയിലെ അവസാനമറിയുന്ന ദൈവം തൻ്റെ ആലോചനകളെ കാലാകാലങ്ങളിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നു. ദൈവിക പദ്ധതികൾ ഓരോ വ്യക്തികളിലൂടെ ദൈവം പൂർത്തീകരിക്കുമ്പോൾ അതിന് വിരോധമായി എഴുന്നേൽക്കുന്ന ജാതികളുടെ ഇരുട്ടിൻ്റെ ആലോചനയെ കർത്താവ് വ്യർത്ഥമാക്കുന്നു. നമുക്കത് സാധിക്കുകയില്ല, കാരണം നമ്മുടെ നിയന്ത്രണം ദൈവകരങ്ങളിലായതുകൊണ്ട് ദൈവം അതിനെ നിർവീര്യമാക്കും. 2 ശമൂവേൽ 15 ദാവീദിനെതിരായി അബ്ശാലോമും അഹീതോഫേലും കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, അഹീതോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണേ എന്ന്. തൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ്റെ പ്രാർത്ഥനയും ഹൃദയവ്യഥയും തകർന്ന മനസ്സും ദൈവം കണ്ടു. 2 ശമൂവേൽ 17:14 അഹീതോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ ദൈവം നിശ്ചയിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്കൊക്കെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ലോകശക്തികളും അന്ധകാര ശക്തികളുമൊക്കെ പദ്ധതിയിട്ടാലും ദൈവം അതൊക്കെ അബദ്ധമാക്കി കളയും. കാരണം ദൈവം തൻ്റെ മക്കളുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്ന ദൈവമാണ്. അല്ലാതെ കരയട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്ന് അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ രക്ഷകൻ. യേശുക്രിസ്തുവിനെതിരായ സാത്താൻ്റെ പദ്ധതിയായിരുന്നു യേശുവിനെ തകർക്കുക എന്നുള്ളത്. ക്രൂശിൽ യേശുവിനെ തറച്ചപ്പോൾ സാത്താനും കൂട്ടരും ജയഭേരി മുഴക്കി ആർത്തിട്ടുണ്ടാവാം. കൊലോസ്യൻ 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് നാം വായിക്കുന്നു. ശത്രുവിൻ്റെ പദ്ധതിയെ പൊളിച്ച് ദൈവം തൻ്റെ പുത്രനെ ഉയർപ്പിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ പദവി നൽകി ഉയർത്തി. നമ്മുടെയും ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും ദൈവം നമ്മെ കൈവിട്ട് കളയുകയില്ല. നമ്മെ ജയോത്സവമായി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ദുഷ്ടൻ്റെ സകല പദ്ധതികളും തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യും. നമുക്കത് ഉറച്ചു വിശ്വസിക്കാം, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളെ അങ്ങയുടെ ആലോചനകളാൽ വഴി നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.